ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളെ നാം സ്വയം സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നമ്മളെ സുഖപ്പെടുത്താനുള്ള പരിപൂർണ ശക്തി ജീവനുള്ള ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട്. ആ വിശ്വാസമാണ് താങ്കളെ രക്ഷിക്കുന്നത്. പക്ഷെ അവിടെ ഹീൽ എന്നുള്ളത്, ഹീലിംഗ് ആവുന്നത് താങ്കളുടെ ഉള്ളിലുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കെയർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അപ്പോഴും ഡിപ്പെൻഡാണ്. എൻ്റെ ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്തില്ല, എനിക്ക് ഹീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അമാനുഷിക ശക്തിയുള്ള മനുഷ്യരല്ല, ഈ തിരിച്ചറിവുള്ള മനുഷ്യരാണ്. എല്ലാവരും അസാധാരണക്കാരാണ്. പക്ഷെ ഞാൻ എന്നെ സാധാരണക്കാരിയാക്കുന്നത് എൻ്റെ അറിവില്ലായ്മയാണ്. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പായിട്ട് വരേണ്ടി വരുന്നത്. സോ ഐ ക്രിയേറ്റ് മൈ ഓൺ റിയാലിറ്റി. എൻ്റെ ഡെസ്റ്റിനിയെ ക്രിയേറ്റ് ചെയ്തത് എൻ്റെ കർമ്മമാണ്, എൻ്റെ ബുദ്ധി രാഹിത്യമാണ്, എൻ്റെ അറിവില്ലായ്മയാണ്, എൻ്റെ അജ്ഞാനമാണ്, എൻ്റെ അഹങ്കാരമാണ്, എൻ്റെ പിശുക്കാണ്. അബാക് ബീഡിയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് സീമ സുഭാഷാണ്. VMC മലയാളത്തിൻ്റെ ഫൗണ്ടറാണ്. നമസ്കാരം മാഡം. നമസ്തേ മാം. യെസ്, നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാത്ത എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഹീലിംഗ്. ഹീലിംഗ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളെ നാം സ്വയം സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നമ്മളെ സുഖപ്പെടുത്താനുള്ള പരിപൂർണ ശക്തി ജീവനുള്ള ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട്. സകല ജീവരാശികളും ഹീലേഴ്സാണ്. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു തെറ്റിദ്ധാരണ, അതായത് ഈ ബിസിനസ്, അതായത് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഒരു ബിസിനസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ അതുകൊണ്ട് ഹീലിംഗ് എന്നുള്ളത് ബിസിനസ്സായി. ഞാൻ മറ്റൊരാൾക്ക് ഹീൽ ചെയ്യുന്നു. പക്ഷെ അത് ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും വലിയ അവാസ്തവമാണ്, അശാസ്ത്രീയതയാണ്, അസത്യമാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള, ഇപ്പം താങ്കൾ കേട്ടിട്ടുണ്ടാവും, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത് എന്ന് ജീസസ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഞാൻ താങ്കളെ ഹീൽ ചെയ്യും, ഞാൻ നിന്നെ ഹീൽ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്. അരേ സീമാജി ഇപ്പം എന്നെ, സീമ സുഭാഷ് എന്നെ ഇപ്പോൾ ഹീൽ ചെയ്യും, ഞാനിപ്പോൾ സുഖപ്പെടുമെന്ന് എന്നെ കുറിച്ചിട്ടുള്ളൊരു ധാരണയുണ്ട്. ധാരണ അത് ആർക്കാ ധാരണ? ആരിലാ ഉള്ളത് ധാരണ? എനിക്കത് ഉണ്ടാവണം. യെസ്, താങ്കളിലാണ്. ആ ധാരണ എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് താങ്കളെ രക്ഷിക്കുന്നത്. പക്ഷെ അവിടെ ഹീൽ എന്നുള്ളത്, ഹീലിംഗ് ആവുന്നത് താങ്കളുടെ ഉള്ളിലുള്ള വിശ്വാസമാണ്. ഞാൻ ഹീൽ ചെയ്യപ്പെടുന്നു, എന്നെ ഹീൽ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു സൂക്ഷ്മമാണ് ജനങ്ങളെ അറിയാതെ. ഇപ്പൊ ഇപ്പൊ മനുഷ്യനാണ് ഏറ്റവും ബുദ്ധിയുള്ളതെന്ന് അഹങ്കരിക്കുന്നുണ്ട്. ഓരോ ജീവജാലങ്ങളും അവർ ഹീൽ ചെയ്യാൻ ആരടുത്തും പോകുന്നില്ല, ഒരു ഡോക്ടറെ അടുത്തും പോകുന്നില്ല. അവർ സ്വയം ഉപവാസം എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, അവർ മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് അവർ സ്വയം ഹീലാവുന്നുണ്ടോ ഇല്ലയോ? അതേപോലെ മരങ്ങളാണെങ്കിലും എവിടെയെങ്കിലും ഉണക്കം വരെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അത് സ്വയം ഹീലാവുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും തന്നെത്താൻ ഹീൽ ചെയ്യാനുള്ള പരിപൂർണ ശക്തിയുണ്ട്. ഒരാൾക്ക് എന്നെ ഹീൽ ചെയ്യേണ്ടത് ഞാനാണ്. എന്താ വെച്ചാൽ എനിക്ക് അവിടെ ഹീൽ അല്ലാത്ത ഒരു അസുഖം വന്നതിൻ്റെ കാരണം കംപ്ലീറ്റ് ഞാനാണ്. ഐ ആം ദി ക്രിയേറ്റർ. ഐ ക്രിയേറ്റ് മൈ ഓൺ റിയാലിറ്റിയാണ്. എനിക്ക് വയ്യായ വന്നെങ്കിലും, എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നെങ്കിലും, എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളാവട്ടെ, മാനസിക ബുദ്ധിമുട്ടുകൾക്കാകട്ടെ, സൃഷ്ടികർത്താവ് ഞാൻ തന്നെയാണ്. അതിനെ സൃഷ്ടിച്ചെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള പവറും സോൾവ് ചെയ്യാനുള്ള ആ ഒരു ശക്തിയും സ്ഥിതിയും എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ മനുഷ്യർക്ക് പണ്ട് ഈ കഴിവുണ്ടായിരുന്നു, ഈ ടെക്നോളജിയുടെ സഹായത്തോടെ അതിങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ആ കഴിവങ്ങ് ഇല്ലാതായി പോയതാണോ? എന്നും ഈ കഴിവുണ്ട്. പക്ഷെ അന്ന് മനുഷ്യർക്ക് ഈ എന്താ പറയുക, ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാത്തത് കാരണം അവർ പ്രകൃതി സഹജമായിട്ട് ജീവിച്ചത് കൊണ്ട് അവർക്ക് അന്ന് അത്ര ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. ഇന്ന് പ്രകൃതി സഹജമായിട്ട് ആരും ജീവിക്കുന്നില്ല, പ്രകൃതി വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാത്തിനും ടെക്നോളജി ഉണ്ട്, എല്ലാത്തിനും മെഷീനറീസ് ഉണ്ട്, എല്ലാത്തിനും സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബോഡി, നമ്മൾ ഈ പ്രകൃതിയുമായിട്ടുള്ള അനുസന്ധാനമാവട്ടെ, അതുമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ജീവന വിധാനമാവട്ടെ, അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ബിസിനസ് വൽക്കരിക്കപ്പെട്ടു. അതായത് എല്ലാം ഒരാൾ എന്നെ ചെയ്തു തരണം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇയാൾക്ക് ഒരു വയ്യായ വന്നെങ്കിൽ ഇയാളുടെ ഹസ്ബൻഡ് ഉണ്ടെന്ന് വിചാരിക്കും, പേരൻസ്, കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പേരൻസ്, വയ്യ, എനിക്കൊരു തലവേദനയാണെങ്കിൽ, എനിക്ക് തലവേദനയാണോ, എന്താ മോളെ, എന്ത് പറ്റി, എന്താ കുട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്ന് അതൊന്ന് തൊടണം, അല്ലെങ്കിൽ നമുക്കൊന്ന് വിക്സ് തേച്ച് തരണം, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കെയർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അപ്പോഴും ഡിപ്പെൻഡാണ്. എൻ്റെ ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്തില്ല, എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒഴിഞ്ഞു തന്നില്ല, എനിക്ക് തലോടി തന്നില്ല, എൻ്റെ സുഖവിവരം അന്വേഷിച്ചില്ല. എൻ്റെ ഫോക്കസ് മുഴുവൻ എവിടെയാണ് മോളെ?
അവരെന്നെ കെയർ ചെയ്തില്ല, എനിക്ക് ചെയ്തു തന്നില്ല, എന്നെ പരിഗണിച്ചില്ല, എന്നെ അവഗണിച്ചു, എന്നെ മൈൻഡ് ചെയ്തില്ല. സോ എന്നെ മൈൻഡ് ചെയ്യേണ്ടത് സമ്പൂർണ്ണ ബാധ്യത, റെസ്പോൺസിബിലിറ്റി കേവലം എൻ്റേതു മാത്രമാണ് എന്ന വിചക്ഷണ, എന്ന കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, അരെ ഇതിന് കാരണം എൻ്റെ ഭർത്താവല്ല, ഈ തലവേദനയ്ക്ക് കാരണം, ഈ പനിക്ക് കാരണം, അല്ലെങ്കിൽ എനിക്ക് വയ്യായ വരുന്നത് കാരണം എൻ്റെ കുടുംബക്കാരല്ല, ഇത് ഞാനാണ്. എൻ്റെ വയറിനൊരു പ്രശ്നം വന്നെങ്കിൽ അതിനൊരു റിപ്പയർ സിസ്റ്റത്തിന് ഒരു കംപ്ലീറ്റ് റെസ്റ്റോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അല്ലാതെ അതിൻ്റെ സിസ്റ്റത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ഫുഡോ ഞാൻ കൊടുക്കാത്തത് കൊണ്ടാണ് അത് വന്നത്. ഞാനതിനെ കെയർ ചെയ്യാത്ത കാരണം അതിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇമോഷൻസ്. സോ ഞാനതിനെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവുകയാണോ ചെയ്യുക? ഞാൻ ആരോടാ കംപ്ലൈൻറ്റ് പറയുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ കാര്യക്ഷമത ഇല്ലായ്മ, എൻ്റെ ഡിവൈൻ സിസ്റ്റം, ഈ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ബോഡി, അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിവൈൻ സിസ്റ്റം, സഹജമായിട്ടുള്ള പ്രകൃതി സഹജമായിട്ടുള്ള ജന്മനാ ആ ദിവ്യത്വം എന്നെ രക്ഷിക്കാനായിട്ട് അത് സ്വയം ഹീൽ ചെയ്യുക. ഞാൻ കെയർ ചെയ്യുന്നില്ല, അതിനെ ഹീൽ ചെയ്തേ പറ്റൂ. ഈ വിചക്ഷണ ഞാൻ അതിനെ റെസ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ എനിക്ക് മോഷൻസ് ഉണ്ടാവുന്നു, അത് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക, അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കഞ്ഞിയോ വെള്ളമോ മറ്റ് ജ്യൂസുകളോ ഒന്നും കഴിക്കാതെ അതിനെ ആ പണി ചെയ്യുവാൻ ഞാൻ അനുവദിക്കുവാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു തിരിച്ചറിവ്, ഒരു കോമൺ സെൻസ്, ഒരു ജ്ഞാനം എനിക്ക് ഉണ്ടെങ്കിൽ, ഒരു നോളജ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയില്ല. പക്ഷെ അപ്പോൾ ക്ഷീണം സംഭവിച്ച് പെട്ടെന്ന് കുറെ ക്ഷീണമൊക്കെ വന്ന് പെട്ടെന്ന് അപകടം ഒക്കെ സംഭവിച്ചാലോ? അങ്ങനെ ആവുമ്പോ അത്ര വരയ്ക്ക് കൊണ്ടുവരരുത്. അങ്ങനെ ആവുമ്പോ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളുടെ അപ്പോൾ ആ മരുന്ന് എന്ന് പറയുമ്പോഴും അവിടെയും നമ്മുടെ ഒരു വിശ്വാസമുണ്ട് മോളെ. ആ ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാറും. പക്ഷെ ആ മരുന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിലൊരു പ്രാണശക്തിയുണ്ട്, ഒരു ആത്മശക്തിയുണ്ട് നമ്മളുടെ ഉള്ളിൽ. അത്രയും നമ്മളെല്ലാവരും ഹീലേഴ്സാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരാൾ ഞാൻ നിന്നെ ഹീൽ ചെയ്യാം, എനിക്ക് പൈസ തന്നാൽ മതി, ഞാൻ ഹീൽ ചെയ്യാന്ന് പറയുമ്പോൾ നിന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ മാത്രം ഒരു ഹീലർ, എനിക്ക് മാത്രം അറിയാം, ഐ ആം സംതിങ് സ്പെഷ്യൽ ബിറ്റ്വീൻ അതേഴ്സ് എന്നുള്ളൊരു ഭാവമുണ്ട്. സോ ഈ ഒരു പാത്രം ഞാൻ എന്നെ ഹീൽ ചെയ്യാൻ, ഒരു ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്നെ എങ്ങനെ സുഖപ്പെടുത്തണം, എൻ്റെ ഉള്ളിലുള്ള ദൈവത്വം, എൻ്റെ ഉള്ളിലുള്ള ദൈവശക്തിയാൽ ആ ദൈവ ശുശ്രൂഷയ്ക്ക് ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ, ഞാൻ എന്നെ അംഗീകരിക്കുമ്പോൾ, ഞാൻ ഉള്ളതുപോലെ അതിനെ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്, അതിൻ്റെ റിപ്പയർ സിസ്റ്റത്തിന് സമയം ആവശ്യമാണ്, അതിനുള്ള സിറ്റുവേഷൻ ഞാൻ അനുവദിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ഹീലർ ആവുകയാണ്. ഈ നോളജ് ഓരോ ഹീലേഴ്സും, നിന്നെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ഈ പ്രപഞ്ചത്തിൽ നിന്നിൽ മാത്രമാണുള്ളത്, അതിനുള്ള മാർഗം എനിക്ക് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആ പ്രപഞ്ചശക്തി എന്നിലേക്ക് അതൊഴുകുന്നത് പോലെ തന്നെ നിന്നിലേക്കും അതൊഴുകുന്നു. അതെ. അപ്പോ പറഞ്ഞു വരുന്നത് ഹീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അമാനുഷിക ശക്തിയുള്ള മനുഷ്യരല്ല, ഈ തിരിച്ചറിവുള്ള മനുഷ്യരാണ്. എല്ലാവരും അസാധാരണക്കാരാണ്. പക്ഷെ ഞാൻ എന്നെ സാധാരണക്കാരിയാക്കുന്നത് എൻ്റെ അറിവില്ലായ്മയാണ്. മറ്റുള്ളവരെ എൻ്റെ ശക്തിയെ ഞാൻ വിശ്വസിക്കാതെ, എൻ്റെ ആത്മശക്തിയെയും എൻ്റെ പ്രാണശക്തിയെയും എൻ്റെ ഡിവൈൻ ഈ സിസ്റ്റത്തെയും വിശ്വസിക്കാതെ ഞാൻ മറ്റുള്ളവരെ പരിപൂർണമായി വിശ്വസിക്കുമ്പോൾ അവരുടെ ഇതിലേക്ക് എൻ്റെ തല വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് എന്തു ആവാം. അപ്പൊ ഇപ്പൊ കുട്ടി എൻ്റെ അടുത്തേക്ക് വരുമ്പോ, കുട്ടിക്കൊരു വയ്യായ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു മണി ഹീലിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുക. മണി ഹീലിംഗ്, അപ്പോൾ ഒരുപാട് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വെറുതെ ഇഷ്യൂസ് വരും മോളെ? ഇല്ല. ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ആ കാരണങ്ങളിലേക്ക് ഇന്നത്തെ ദരിദ്രൻ പൂർവ്വജന്മങ്ങളിൽ ഏറ്റവും വലിയ ധനവാനാണ്. ആ ധനത്തെ സമ്പൂർണമായി സദ്വിനിയോഗം ചെയ്യാത്തത് കൊണ്ടും, പര ഉപകാരങ്ങൾക്കായി വിനിയോഗിക്കാത്തത് കൊണ്ടും, പുണ്യപ്രവൃത്തികൾക്കായിട്ട് വിനിയോഗിക്കാത്തത് കൊണ്ടും, മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ കണ്ട് അവരോട് കരുണയോടുകൂടി അവർക്ക് സഹായം ചെയ്യാത്തത് കൊണ്ടുമാണ് മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പായിട്ട് വരേണ്ടി വരുന്നത്. സോ ഐ ക്രിയേറ്റ് മൈ ഓൺ റിയാലിറ്റി. എൻ്റെ ഡെസ്റ്റിനിയെ ക്രിയേറ്റ് ചെയ്തത് എൻ്റെ കർമ്മമാണ്, എൻ്റെ ബുദ്ധി രാഹിത്യമാണ്, എൻ്റെ അറിവില്ലായ്മയാണ്, എൻ്റെ അജ്ഞാനമാണ്, എൻ്റെ അഹങ്കാരമാണ്, എൻ്റെ പിശുക്കാണ്, എൻ്റെ കരുണാരാഹിത്യമാണ്, എൻ്റെ ദയാലോപമാണ്, എനിക്ക് സ്നേഹമില്ലായ്മയാണ്, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത കഴിവാണ്, എൻ്റെ ഉള്ളിലുള്ള വെറുപ്പും ദേഷ്യവും അത്യാശയും അത്യാഗ്രഹമാണ് എൻ്റെ പ്രസ്തുത ജീവിതത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ സമ്പൂർണ്ണ ബാധ്യത ഞാൻ തന്നെ ഏറ്റെടുക്കുക എന്നതാണ് ഹീലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെൽഫ് ഹീലിങ്ങിൻ്റെ. എൻ്റെ ശരീരത്തിന് ഇത്രയും അനാരോഗ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ ഈ ശരീരത്തിൽ മാറാരോഗങ്ങളും തീവ്രവ്യാധികളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ സൃഷ്ടിച്ചത് ഞാനാണ്.
എനിക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇത്രയും അന്യോന്യ ആ ഒരു ദാമ്പത്യം എന്നുള്ളതില്ല, ഡിവൈൻ ഹാർമണി ലോസ് ആയെങ്കിൽ അതിൻ്റെ സൃഷ്ടികർത്താവ് ഞാൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എനിക്കൊരു 20 വർഷം മുമ്പ്, ഒരു 30 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വയ്യായ വന്നു, ഞാൻ അത്രയും സീവിയർ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒരാൾ വളരെ നീചമായിട്ട് എന്നോട് ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എന്നെ നശിപ്പിക്കാനുള്ള പണി ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടം എനിക്ക് വരുത്തി വെച്ചെങ്കിൽ അത് 20 അല്ലെങ്കിൽ 30-40 ഇയേഴ്സ് ബാക്ക് എക്സ്പീരിയൻസ് ആണ്. ഓൾറെഡി ആ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അത് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയില്ലേ നമ്മൾ, ഗതം ഗതഹ. എന്താ വെച്ചാൽ അത് കൊടുത്തത്, പൂർവ്വജന്മത്തിൽ കൊടുത്തത്, പൂർവ്വജന്മകൃതം പാപം, അത് വ്യാധി രൂപേണയോ സമസ്യകൾ രൂപേണയോ പ്രശ്നങ്ങൾ രൂപേണയോ ദുരിത രൂപേണയോ നമ്മൾക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ ഈ ജ്ഞാനം നമുക്ക് ഇല്ലാത്തത് കാരണം അന്ന് അനുഭവിച്ച മെന്റലി, ഫിസിക്കലി, എമോഷണലി നമ്മൾ എത്ര സഫറായോ, നമ്മൾ വീണ്ടും ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോടത് പറയുമ്പോഴും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ശരീരം കൊണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വേവ്സ്, എൻ്റെ തരംഗങ്ങൾ കൊണ്ട്, എൻ്റെ ആലോചനാ ശക്തി കൊണ്ട്, എൻ്റെ ഭാവതരംഗങ്ങളും കൊണ്ട് ഞാൻ അവിടേക്ക് പ്രയാണം ചെയ്യാം, അത്രയും ബാക്കിലേക്ക്. അന്ന് എനിക്ക് അത്രയും നോളജ് ഇല്ലെങ്കിലും ഇന്ന് ഇത്രയും കാലത്തെ നോളജിലും എൻ്റെ ഉള്ളിൽ പക, വിദ്വേഷം, ആ ഒരു എന്താ പറയാ വെറുപ്പ് കൊണ്ട് ഞാൻ അതിനെ എക്സ്ട്രാ വർണ്ണിക്കുമ്പോൾ ഈ ബോഡിയുടെ മെമ്മറി വീണ്ടും അങ്ങനെ ഒരു 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 ടോർച്ചർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു ട്രാജഡി എനിക്ക് വന്നു എന്ന് വിശ്വസിക്കുകയാണ്. ട്രോമ, അതായത് ആ ട്രോമ ഹീൽ ചെയ്യാൻ എന്നിൽ കരുണയില്ല. എനിക്ക് ഡിവൈൻ ഗൈഡൻസ് തരാൻ ഒരു ആചാര്യനോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർക്കോ, അരേ അത് കഴിഞ്ഞു കണ്ണാ, അത് ഹീലാവണം, അത് ഹീലാവാൻ നിനക്കേ സാധിക്കൂ. അതങ്ങനെ സംഭവിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായ കാരണമുണ്ട്. അതായത് വിതച്ചതാണ് കൊയ്യുന്നത്, കൊടുത്തതാണ് ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ ഏത് ജന്മത്തിൽ ഏത് ദിവ്യാത്മസ്വരൂപർക്കാണോ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ നമ്മൾ കൊടുത്തത് അത് മാത്രമേ റിപ്പീറ്റ് ആയിട്ട് കർമ്മചക്രത്തിലൂടെ പുനരഭി മരണം, പുനരഭി ജന്മത്തിലൂടെ നമ്മൾ അനുഭവിച്ച് കർമ്മ ഡിലീറ്റ്, കർമ്മ പ്രക്ഷാളന എന്ന ഡിവൈൻ ബാലൻസ് ഷീറ്റ്, ആ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആവുന്ന ആ പ്രക്രിയയ്ക്ക് അത് നിന്റെ സോൾ ദിവ്യമായി ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്ന സിറ്റുവേഷൻസ് ആണ് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. സോ യു ആർ ദി ക്രിയേറ്റർ, യു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എന്ന് പറഞ്ഞു തരാൻ വ്യക്തമായിട്ട് ശക്തമായിട്ടും ലാ ഓഫ് കർമ്മയെക്കുറിച്ച്, കോസ് ആൻഡ് എഫക്റ്റ്, കാരണ സിദ്ധാന്തങ്ങളെക്കുറിച്ച് നമുക്ക് ആ ഡിവൈൻ നോളജ് ഇല്ല. ജീവിതശാസ്ത്രത്തെക്കുറിച്ച് മാത്രം നമ്മളെ ആരും പഠിപ്പിച്ചില്ല. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, നിന്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങൾക്ക്, വിജയങ്ങൾക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ വിജയം നേടി, ഞാൻ അത്രയും മാർക്ക് നേടി, എനിക്ക് അത്രയും ജോബ് കിട്ടി, ഞാൻ 2 ലക്ഷം സാലറി സമ്പാദിക്കുന്നു, അത്രയും കഷ്ടങ്ങളുണ്ട്, അതെൻ്റെ ക്രെഡിറ്റ് ആണെന്ന് പറയുന്ന അതേ നാവും ശക്തിയും കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചെങ്കിൽ, എനിക്ക് ദുഃഖം വന്നെങ്കിൽ, എനിക്ക് ദുരിതം വന്നെങ്കിൽ, എനിക്ക് നഷ്ടം വന്നെങ്കിൽ, എനിക്കൊരു അപമാനം വന്നെങ്കിൽ, എനിക്കൊരു വിമർശനം വന്നെങ്കിൽ, ദാറ്റ് ഈസ് ആൾസോ ഐ ക്രിയേറ്റ്. അതിന്റെയും ക്രെഡിറ്റ് എടുക്കാൻ തയ്യാറായിരിക്കും. സെയിം, അതാണ് വിചക്ഷണം, അതാണ് ഏറ്റവും വലിയ ബുദ്ധിശക്തിയുള്ളവര്, ആത്മശക്തിയുള്ളവര്, തിരിച്ചറിവുള്ളവര്, സാധകര് ഇത് ചെയ്യും. ഒരാളുടെയും തലയിൽ നമ്മൾ ക്രെഡിറ്റ്സ്, നല്ലതിൻ്റെ ഒക്കെ ക്രെഡിറ്റ്സ് നമ്മൾ ഓണായിട്ട് നമ്മളതിനെ ഇതെൻ്റെ സ്വന്തം, ഇത് ഞാൻ കാരണം, ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് ഫെയിലിയർ വരുമ്പോൾ മാത്രം ആരുടെയെങ്കിലും തലയിൽ വെക്കാൻ പോകുന്ന മനസ്സുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ സഹജ ലക്ഷണം.